The next question ആണ് both the sub agent and the substituted agent are appointed by the agent. However, there are some points of distinction between two. അപ്പോൾ നമ്മളോട് ഡിഫറൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ് ഡിഫറൻസ് ബിറ്റ്വീൻ സബ് ഏജൻറ്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും? ദോ അത് രണ്ടുപേരെയും അപ്പോയിൻറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്വന്തം ഏജൻ്റാണ്. ഓക്കെ, എന്നിട്ട് നമ്മളോട് 6 പോയിൻറ്റ്സ് ആണ് ഇലാബറേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ ആൻസർ കീയിൽ 8 പോയിൻറ്റ്സ് ഉണ്ട്. അപ്പോൾ അതിൽ ഇഷ്ടമുള്ള ഒരു 6 പോയിൻറ്റ്സ് പഠിച്ചാൽ മതി. ആ ക്വസ്റ്റ്യൻ എന്താണോ പറഞ്ഞത് അത് തന്നെ എടുത്തെഴുതുക. Under the Indian Contract Act 1872, both the sub-agent and the substituted agent are appointed by the agent, but however the following are the points of distinction between the two. Okay, however the following are the points of distinction between the two എന്ന് പറഞ്ഞിട്ട് സബ് ഏജൻറ്റിനെ ഫസ്റ്റ് എഴുതുക, പിന്നെ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ സെക്കൻഡ് എഴുതുക. എന്നിട്ട് പറയാം എന്താണ് സബ് ഏജൻറ്റ് ചെയ്യുന്നത്. എ സബ് ഏജൻറ്റ് ഡസ് ഹിസ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ആൻഡ് ഡിറക്ഷൻസ് ഓഫ് ദി ഏജൻറ്റ്. അപ്പോൾ രണ്ട് പേരുടെയും ആരുടെ അണ്ടറിലാണ് ഇവർ വർക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ് ഫസ്റ്റത്തെ ഡിസ്റ്റിങ്ഷൻ. ഓക്കെ, അപ്പം ഫസ്റ്റത്തത് ഇങ്ങനെയാണ്. സബ് ഏജൻറ്റ് ഡസ് ഹിസ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ആൻഡ് ഡിറക്ഷൻസ് ഓഫ് ദി ഏജൻറ്റ്. ഏജൻറ്റിൻ്റെ കൺട്രോളിലും അതുപോലെ തന്നെ ഏജൻറ്റ് പറയുന്ന കാര്യങ്ങളും ആയിരിക്കും ഈ സബ് ഏജൻറ്റ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ എനിക്കൊരു അസിസ്റ്റൻറ്റിനെ നിർത്തി. ഞാനിപ്പോൾ എൻ്റെ ഫാദറാണ് പ്രിൻസിപ്പൽ ഒരു കമ്പനിയിലത്തെ. അപ്പം ഫാദറിൻ്റെ ഏജൻ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് അസിസ്റ്റൻ്റായിട്ട് ഞാനൊരു സബ് ഏജൻറ്റിനെ നിർത്തി. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ എൻ്റെ കൺട്രോളിലായിരിക്കും ആ സബ് ഏജൻറ്റ് ഉണ്ടായിരിക്കുക. ഞാൻ പറയുന്ന കാര്യങ്ങളായിരിക്കും ആ സബ് ഏജൻറ്റ് ചെയ്യുക. അതായത് ഞാൻ ഡിറക്ഷൻ കൊടുക്കുന്ന, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യും. അപ്പം അണ്ടർ ദ കൺട്രോൾ ആൻഡ് ഡിറക്ഷൻസ് ഓഫ് ദ ഏജൻ്റ് ആയിരിക്കും. മറ്റൊരുത്താണെങ്കിലോ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിലാണെങ്കിൽ അണ്ടർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രിൻസിപ്പൽ ആയിരിക്കും. അപ്പോൾ എൻ്റെ ഫാദർ പറയുന്നതായിരിക്കും ആര് കേൾക്കുന്നുണ്ടായിരിക്കുക, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് കേൾക്കുന്നുണ്ടായിരിക്കുക. അതാണ് അണ്ടർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രിൻസിപ്പാൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ ഡിസ്റ്റിങ്ഷൻ എങ്ങനെയാണ്? അണ്ടർ ദ കൺട്രോൾ, അണ്ടർ ദ ഇൻസ്ട്രക്ഷൻസ്, അതാണ്. അപ്പം എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഡസ് ഹിസ് വർക്ക് അണ്ടർ ദ കൺട്രോൾ ആൻഡ് ഡിറക്ഷൻസ് ഓഫ് ദ ഏജൻറ്റ് ആണെങ്കിൽ, ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻ്റ് ആണെങ്കിൽ വർക്ക്സ് അണ്ടർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രിൻസിപ്പാൾ. ഇനി നെക്സ്റ്റ് ആണ്, ഏജൻറ്റ് നോട്ട് ഓൺലി അപ്പോയിൻറ്റ്സ് എ സബ് ഏജൻറ്റ് ബട്ട് ഓൾസോ ഡെലിഗേറ്റ്സ് ടു ഹിം എ പാർട്ട് ഓഫ് ഹിസ് ഓൺ ഡ്യൂട്ടീസ്. അപ്പം ഏജൻ്റ് ഉണ്ടല്ലോ, ഏജൻറ്റ് നോട്ട് ഓൺലി അപ്പോയിൻറ്റ് മാത്രമല്ല ഈ ഏജൻറ്റ് ചെയ്യുക. ഞാൻ അപ്പോയിൻറ്റ് മാത്രമല്ല ചെയ്യുക, സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് മാത്രമല്ല ഞാൻ ചെയ്യുക, ബട്ട് ഓൾസോ ഡെലിഗേറ്റ്സ് ടു ഹിം എ പാർട്ട് ഓഫ് ഹിസ് ഓൺ ഡ്യൂട്ടീസ്. അപ്പം എൻ്റെ ഡ്യൂട്ടീസിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ, ഞാൻ ചെയ്യേണ്ട ടാസ്ക് ഉണ്ടാവുമല്ലോ, മൈ ഓൺ ഡ്യൂട്ടീസ്, ആ ഡ്യൂട്ടീസിൽ നിന്ന് കുറച്ചൊക്കെ ഞാൻ അങ്ങോട്ട് കൊടുക്കും. ഇത് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ കേക്ക് ഉണ്ടാക്കുന്ന ബിസിനസ്സാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഞാൻ പറയും ഫസ്റ്റ് കേക്ക് എൻ്റെ ഏജൻറ്റ് ഉണ്ടാക്കിക്കോ, സബ് ഏജൻറ്റ് ഉണ്ടാക്കിക്കോളാൻ പറയും. എന്നിട്ട് ഞാൻ ക്രീം ബീറ്റ് ചെയ്യാൻ പോകും. അപ്പോൾ അങ്ങനെ എൻ്റെ വർക്കുകൾ ഞാനിങ്ങനെ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ആണ് കാര്യങ്ങൾ. അപ്പം ഇവിടെ എന്താ പറഞ്ഞത്? നോട്ട് ഓൺലി ആൻഡ് ബട്ട് ഓൾസോ. ഓക്കെ, ദ ഏജൻറ്റ് നോട്ട് ഓൺലി അപ്പോയിൻറ്റ്സ് എ സബ് ഏജൻറ്റ് ബട്ട് ഓൾസോ ഡെലിഗേറ്റ്സ് ടു ഹിം എ പാർട്ട് ഓഫ് ഹിസ് ഓൺ ഡ്യൂട്ടീസ്. ഈ നെക്സ്റ്റ് ആണ്, ദ ഏജൻറ്റ് ഡസ് നോട്ട് ഡെലിഗേറ്റ് എനി പാർട്ട് ഓഫ് ഹിസ് ടാസ്ക് ടു എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. അപ്പം ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിന് നമ്മുടെ ഏജൻറ്റ് വല്ല ടാസ്കും കൊടുക്കും. ഞാനൊരിക്കലും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ ഞാൻ അപ്പോയിൻറ്റ് ചെയ്തെങ്കിൽ കൂടെ ഞാൻ ചെയ്യേണ്ട ടാസ്ക് ഉണ്ടല്ലോ, അല്ലെങ്കിൽ മൈ ഓൺ ഡ്യൂട്ടീസ് ഉണ്ടല്ലോ, അതൊരിക്കലും ഡെലിഗേറ്റ് ചെയ്യില്ല. ദ ഏജൻറ്റ് ഡസ് നോട്ട് ഡെലിഗേറ്റ് എനി പാർട്ട് ഓഫ് ഹിസ് ടാസ്ക് ടു എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിന് കൊടുക്കില്ല. ബട്ട് എ പാർട്ട് ഓഫ് ഹിസ് ടാസ്ക് കൊടുക്കും. ആർക്ക്? സബ് ഏജൻറ്റിന് കൊടുക്കും. പക്ഷേ ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുള്ള ഏജൻറ്റിന് കൊടുക്കില്ല. കാരണം അത് ഡയറക്റ്റ് റിലേഷൻ ആര് തമ്മിലാണ്? പ്രിൻസിപ്പളും അതുപോലെ തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ഏജൻറ്റും അവർ തമ്മിൽ ഡയറക്റ്റ് റിലേഷനാണ്. അപ്പം അതായത് എനിക്ക് പകരം ഞാൻ ലീവ് എടുക്കുന്ന സമയത്ത്, ഞാനിപ്പോൾ എക്സാമായിട്ട് ലീവ് എടുത്തു എന്ന് വിചാരിക്കും. അപ്പോൾ 1 മന്തിന് വേണ്ടിയിട്ട് കയറ്റുന്ന ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻ്റ് ആയിരിക്കും, ഞാൻ തന്നെ ആക്കി കൊടുക്കുന്നതായിരിക്കും. കാരണം ഞാൻ എക്സാം കഴിഞ്ഞ് വന്നാൽ ഞാൻ തന്നെ ഇവിടേക്ക് കയറും. അതുവരെ ആരെങ്കിലും കിട്ടണ്ട. അപ്പം ഞാൻ തന്നെ അപ്പോയിൻറ്റ് ചെയ്ത് കൊടുക്കും ഒരു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിനെ എനിക്ക് പകരമായിട്ടുള്ളത്. അപ്പോൾ അത് പ്രിൻസിപ്പാൾ തമ്മിലാണ്. പ്രിൻസിപ്പൽ ഹി വർക്ക്സ് അണ്ടർ ദ ഇൻസ്ട്രക്ഷൻസ് ഓഫ് ദ പ്രിൻസിപ്പാൾ ആയിരിക്കും. അതുപോലെ തന്നെ അപ്പം ഞാൻ എൻ്റെ ടാസ്കുകൾ കൊടുക്കുക ഒന്നും ഞാൻ ചെയ്യില്ല, ഒക്കെ പ്രിൻസിപ്പളായിരിക്കും പറയുക എല്ലാതും.
പക്ഷേ എനിക്കൊരു സബ് ഏജൻ്റ് ഉണ്ടെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും കൂടെ നല്ല മിങ്കിളായിട്ട് ഞങ്ങൾ രണ്ടുപേരും കൂടി ആയിരിക്കും ടാസ്കൊക്കെ ഒരുമിച്ച് ചെയ്യണ്ടായിരിക്കാം സബ് ഏജൻ്റ് ഉണ്ടെങ്കിൽ. ഓക്കെ, ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് വരുന്ന സമയത്ത് ഞാൻ അവിടെ ഉണ്ടാവില്ല, എനിക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ എനിക്ക് എങ്ങനെ എൻ്റെ ടാസ്ക് ഡെലിഗേറ്റ് ചെയ്യാൻ പറ്റുന്നത്? ഓക്കെ, അപ്പം ഇനി നെക്സ്റ്റ് ആണ്. അപ്പോൾ ഒന്നും കൂടി വായിക്കാം സെക്കൻഡാമത്തെ ഡിഫറൻസ്. ദ ഏജൻറ്റ് നോട്ട് ഓൺലി അപ്പോയിൻറ്റ്സ് എ സബ് ഏജൻറ്റ് ബട്ട് ഓൾസോ ഡെലിഗേറ്റ്സ് ടു ഹിം എ പാർട്ട് ഓഫ് ഹിസ് ഓൺ ഡ്യൂട്ടീസ്. ദ ഏജൻറ്റ് ഡസ് നോട്ട് ഡെലിഗേറ്റ് എനി പാർട്ട് ഓഫ് ഹിസ് ടാസ്ക് ഓർ പാർട്ട് ഓഫ് ഹിസ് ഡ്യൂട്ടീസ് ടു എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. അപ്പോൾ അതിൻ്റെ കാരണം മനസ്സിലായില്ലേ? ഞാൻ ആ സമയത്ത് ഉണ്ടാവില്ല അവിടെ. ദർ ഇസ് നോ പ്രിവിറ്റിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ സബ് ഏജൻറ്റ്. അപ്പം പ്രിവിറ്റിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കരാറ് ബന്ധം എന്നാണ്. അപ്പം ഒരു കരാറ് ബന്ധം ആര് തമ്മിൽ ഉണ്ടാവില്ല? പ്രിൻസിപ്പാളും സബ് ഏജൻറ്റും തമ്മിൽ ഉണ്ടാവില്ല. അതായത് എനിക്ക് പണിഭാരം കൂടിയപ്പോഴാണ് ഞാനൊരു ഏജൻറ്റിനെ വെക്കട്ടെ, സബ് ഏജൻറ്റിനെ വെക്കട്ടെ എന്ന് ചോദിച്ചപ്പോൾ പ്രിൻസിപ്പൽ സമ്മതിച്ചു. അപ്പോൾ പ്രിൻസിപ്പൽ പ്രത്യേകം പറഞ്ഞിരുന്നു, ഞാനൊരിക്കലും സാലറി ഒന്നും കൊടുക്കൂല കേട്ടോ, നിനക്ക് വേണമെങ്കിൽ ഞാൻ നിനക്ക് തരുന്ന ശമ്പളത്തിൽ നിന്നും നിങ്ങൾ വേണമെങ്കിൽ ഷെയർ ചെയ്തെടുത്തോളാം പറഞ്ഞിട്ടുള്ള ആ ഒരു കരാറിന്മേലാണ് ഈ ഒരു സബ് ഏജൻറ്റിനെ ഞാൻ നിർത്തിയത്. എനിക്ക് ഭയങ്കരമായിട്ടുള്ള ഓവർലോഡ് വർക്ക് ആയതുകൊണ്ട്. അപ്പം അങ്ങനെയാണ് നിർത്തിയിരിക്കുന്നത്. അപ്പം ഞാനും സബ് ഏജൻറ്റും തമ്മിലാണ് കരാറുണ്ടാവുക, അല്ലാതെ പ്രിൻസിപ്പാളും സബ് ഏജൻറ്റും തമ്മിൽ ഒരു കരാറും ഉണ്ടാവില്ല. അതായത് അവർ തമ്മിലിപ്പോൾ റെമ്യൂണറേഷൻ കൊടുത്തില്ലെങ്കിൽ കേസ് കൊടുക്കാൻ പറ്റുമോ ഈ സബ് ഏജൻറ്റിന്? ഇല്ല, കാരണം ഇവർ തമ്മിലൊരു പ്രിവിറ്റിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇല്ല. ഓക്കെ, കോൺട്രാക്റ്റ് കരാറ് ബന്ധമൊന്നും ഇവർ തമ്മിലില്ല. ദർ ഇസ് നോ പ്രിവിറ്റിവിറ്റി ഓഫ് കോൺട്രാക്ട് ബിറ്റ്വീൻ ദ പ്രിൻസിപ്പൽ ആൻഡ് ദ സബ് ഏജൻറ്റ്. പ്രിവിറ്റിവിറ്റി ഓഫ് കോൺട്രാക്ട് ഈസ് എസ്റ്റാബ്ലിഷ്ഡ് ബിറ്റ്വീൻ എ പ്രിൻസിപ്പൽ ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് തമ്മിലുണ്ട്. കാരണം എനിക്ക് പകരമായിട്ട് ഒരു മാസത്തിന് വേണ്ടി അപ്പോയിൻറ്റ് ചെയ്യുന്ന ആളാണല്ലോ. അപ്പോൾ ആ ഒരു സാലറി റെമ്യൂണറേഷനൊക്കെ കൊടുക്കാൻ ബാധ്യസ്ഥൻ പ്രിൻസിപ്പാളാണ്. നെക്സ്റ്റ് ആണ്, ദ സബ് ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ ഏജൻറ്റ് അലോൺ ആൻഡ് ഈസ് നോട്ട് ജനറലി റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ. അപ്പോൾ ആരോടാണ് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത്? സബ് ഏജൻറ്റിനോടാണ്. കാരണം ഞാൻ എൻ്റെ റിസ്ക്കുമ്മലാണ് എനിക്ക് വർക്ക് ലോഡ് കൂടിയ സബ് ഏജൻറ്റിനെ ഞാൻ കൊണ്ടുവന്നത്. അപ്പം ഈ സബ് ഏജൻറ്റ് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്, എൻ്റെ ഡ്യൂട്ടീസൊക്കെ ഞാൻ ഡെലിഗേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം എന്നോട് മാത്രമാണ് ഉത്തരവാദിത്തപ്പെട്ടിട്ടുള്ളത് സബ് ഏജൻറ്റ്, അല്ലാതെ ഈസ് ജനറലി നോട്ട് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ. ഓക്കെ, ഇനി നെക്സ്റ്റ് ആണ്, സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഈസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് അന്ന് പറഞ്ഞാൽ ഇപ്പം ഞാൻ എൻ്റെ ഫാദറിനായിട്ടുള്ള പ്രിൻസിപ്പാളിനോട് എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും, ഉത്തരവാദിത്തപ്പെട്ടതായിരിക്കും. അപ്പോൾ അതുപോലെ തന്നെ എനിക്ക് പകരം വന്ന ആളായിട്ടുള്ള ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും എന്തായാലും റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പാൾ ആയിരിക്കും ആൻഡ് നോട്ട് ടു ദ ഒറിജിനൽ ഏജൻറ്റ് ഹൂ അപ്പോയിൻറ്റഡ് ഹിം. ഇത് എന്നോടല്ല ഒരിക്കലും റെസ്പോൺസിബിൾ ആവുക. കാരണം ഞാനല്ല ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിന് റെമ്യൂണറേഷൻ കൊടുക്കുന്നത്. സോ എ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ ആൻഡ് നോട്ട് ടു ദ ഒറിജിനൽ ഏജൻറ്റ് ഹൂ അപ്പോയിൻറ്റഡ് ഹിം. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫിഫ്ത്ത് പോയിൻ്റ് ആണ്, ദ ഏജൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ ഫോർ ദ ആക്ട്സ് ഓഫ് ദ സബ് ഏജൻറ്റ്. അപ്പോൾ സബ് ഏജൻറ്റ് എന്തെങ്കിലും ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ അതിനൊക്കത്തിനും റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഏജൻ്റാണ് ടു ദ പ്രിൻസിപ്പൽ. അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ വർക്ക്ഷോപ്പിൽ അല്ലെങ്കിൽ പ്രിൻസിപ്പളിൻ്റെ കേക്ക് ഷോപ്പിൽ നിന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ റിസ്ക്കുമ്പോൾ എനിക്ക് ജോലി കൂടിയപ്പോൾ ഞാനൊരു സബ് ഏജൻറ്റിനെ അപ്പോയിൻ്റ് ചെയ്തു. അപ്പം സബ് ഏജൻറ്റ് എന്തൊക്കെ കുരുത്തക്കേട് ചെയ്താലും അതിനൊക്കെ ഞാൻ പ്രിൻസിപ്പലിനോട് സമാധാനം പറയേണ്ടി വരും. ദാറ്റ് ഈസ് ഹിയർ സെയിങ് ദ ഏജൻറ്റ് ഇസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ ഫോർ ദ ആക്ട്സ് ഓഫ് ദ സബ് ഏജൻറ്റ്. അപ്പോൾ ഏജൻ്റാണ് എപ്പോഴും പ്രിൻസിപ്പാളിനോട് റെസ്പോൺസിബിൾ ആവുക. അപ്പോൾ ഏജൻറ്റിന് പകരമായി വരുന്ന സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റും എപ്പോഴും റെസ്പോൺസിബിൾ ആയിരിക്കും. ആരോട്? പ്രിൻസിപ്പാളിനോട്. ഏജൻറ്റും ആസ് വെൽ ആസ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് വിൽ ബി ഓൾവേസ് റെസ്പോൺസിബിൾ ടു ദ പ്രിൻസിപ്പൽ. The sub-agent has no right of action against the principal for the remuneration due to him. അപ്പം സബ് ഏജൻറ്റിന് യാതൊരുവിധ റൈറ്റും ഇല്ല എഗെയിൻസ്റ്റ് ഒരു ആക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പ്രിൻസിപ്പാളിനോട് ഫോർ റെമ്യൂണറേഷൻ ഡ്യൂ ടു ഹിം. അപ്പോൾ ഈ റെമ്യൂണറേഷൻ ആര് തമ്മിലാണ്? ഞാനും സബ് ഏജൻറ്റും സബ് ഏജൻറ്റും തമ്മിലാണ് റെമ്യൂണറേഷൻ പറയുക. അല്ലാതെ പ്രിൻസിപ്പാൾ ഒരു രീതിയിലും റെസ്പോൺസിബിൾ അല്ല റെമ്യൂണറേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട് സബ് ഏജൻറ്റിന്. അത് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു. സബ് ഏജൻറ്റിനെ അപ്പോയിൻറ്റ് ചെയ്യട്ടെ എന്ന് ഞാൻ ചോദിച്ചപ്പോൾ പ്രിൻസിപ്പാൾ പ്രത്യേകം പറഞ്ഞിരുന്നു, നീ ചെയ്തോ, പക്ഷെ ഞാനൊരിക്കലും റെമ്യൂണറേഷൻ കൊടുക്കുമല്ലോ, ഞങ്ങൾ തമ്മിൽ പ്രിവിറ്റിവിറ്റി ഓഫ് കോൺട്രാക്റ്റ് ഇല്ല, കോൺട്രാക്റ്റിൻ്റെ ബന്ധമൊന്നും ഞങ്ങൾ തമ്മിലില്ല എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു. ദ സബ് ഏജൻറ്റ് ഹാസ് നോ റൈറ്റ് ഓഫ് ആക്ഷൻ അഗെയിൻസ്റ്റ് ദ പ്രിൻസിപ്പൽ
for the remuneration due to him. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ക്യാൻ സ്യൂ ദ പ്രിൻസിപ്പൽ ഫോർ ദ റെമ്യൂണറേഷൻ ഡ്യൂ ടു ഹിം. കേസ് കൊടുക്കാൻ പറ്റും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിന്. എൻ്റെ അതേ അധികാരം തന്നെയാണ്, ഒരു മാസത്തിന് വന്ന ആളാണല്ലോ ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. അപ്പം ഈ റെമ്യൂണറേഷൻ കിട്ടിയില്ലെങ്കിൽ ക്യാൻ സ്യൂ. സബ് ഏജൻറ്റ്സ് മേ ബി ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ്. സബ് ഏജൻറ്റ്സ് ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ് ചെയ്യാൻ ചാൻസ് ഉണ്ട് സബ് ഏജൻസിന്. സബ് ഏജൻറ്റ് മേ ബി ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ, അപ്പം ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് വെച്ചാൽ ഈ അധികാരം ഇല്ലാത്ത, അതായത് പ്രിൻസിപ്പാളിന് ഒരു അധികാരം ഉണ്ടാവില്ലല്ലോ ഈ സബ് ഏജൻറ്റിൻ്റെ മേലെ. അപ്പോൾ അങ്ങനെ അപ്പോയിൻറ്റ് ചെയ്യുന്നതിനാണ് ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ് എന്ന് പറയുക. പക്ഷേ പ്രോപ്പർലി ആയിരിക്കും എപ്പോഴും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിന് എപ്പോഴും ഈ പ്രിൻസിപ്പളിനൊരു നല്ല അധികാരം ഉണ്ടാവും സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻ്റ് ആണെങ്കിൽ. അപ്പോൾ അതാണ് അങ്ങനെ പറയുന്നത്. അതായത് ദ സബ് ഏജൻറ്റ്സ് മേ ബി ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ്. അപ്പം ഈ റിമ്യൂണറേഷനൊക്കെ ഈ ചിലപ്പോൾ സബ് ഏജൻറ്റിന് കിട്ടിയാൽ ഓക്കെ, അങ്ങനെ നല്ല രീതിയിലുള്ള ഒരു അധികാരം പ്രിൻസിപ്പാളുമായിട്ടില്ല എന്തായാലും. പക്ഷേ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്സ് ക്യാൻ നെവർ ബി ഇംപ്രോപ്പർലി അപ്പോയിൻറ്റഡ്. അപ്പം ഇംപ്രോപ്പറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ ഒരിക്കലും പറ്റില്ല, കാരണം അധികാരം പ്രിൻസിപ്പാളുമായിട്ടുണ്ട്. പ്രിൻസിപ്പാളുമായിട്ട് അധികാരം ഇല്ലെങ്കിലാണ് ഇംപ്രോപ്പർ എന്നും, പ്രിൻസിപ്പാളുമായിട്ട് അധികാരം ഉണ്ടെങ്കിൽ പ്രോപ്പർ എന്നുമാണ് പറയാം. The agent remains liable for the acts of the sub-agent as long as the sub-agency continues. അപ്പം ഏജൻറ്റ് എപ്പോഴും ലയബിൾ ആയിരിക്കും ഫോർ ദ ആക്ട് ഓഫ് ദ സബ് ഏജൻറ്റ്. സബ് ഏജൻറ്റ് എന്തൊക്കെ കാട്ടിക്കൂട്ടിയാലും അതിനൊക്കെ സമാധാനം പറയേണ്ടത് ഏജൻ്റാണ് ഇവിടെ. കാരണം ഏജൻറ്റിനോടാണ് സബ് ഏജൻറ്റ് റെസ്പോൺസിബിൾ ആവേണ്ടത്. അതുപോലെ തന്നെ ഏജൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്, ഏജൻറ്റ് ഡെലിഗേറ്റ് ചെയ്യുന്നുണ്ട്, ഏജൻ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു പാരൻറ്റിനെ പോലെ ഏജൻറ്റ് നിൽക്കുമ്പോൾ സബ് ഏജൻറ്റ് എന്തൊക്കെ കുരുത്തക്കേട് കാണിച്ചാലും ഏജൻറ്റ് റിമെയിൻസ് ലയബിൾ. ഏജൻ്റ് ആയിരിക്കും അതിന് ലയബിൾ ആവുന്നത് ഫോർ ദ ആക്ട്സ് ഓഫ് ദ സബ് ഏജൻറ്റ് ആസ് ലോങ് ആസ് ദ സബ് ഏജൻസി കണ്ടിന്യൂസ്. അപ്പം അതുപോലെ തന്നെ ദ ഏജൻറ്റ്സ് ഡ്യൂട്ടി എൻഡ്സ് വൺസ് ഹി ഹാസ് നെയ്മഡ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. അപ്പം ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി എപ്പോഴാണെന്നറിയോ കഴിയാം? ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ പേര് പറഞ്ഞു കൊടുത്ത ഉടനെ ഏജൻറ്റിൻ്റെ ഡ്യൂട്ടി ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ കാര്യത്തിൽ കഴിഞ്ഞു. അല്ലാതെ ഏജൻറ്റ് ഇത് പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ ലയബിൾ ആവുകയോ ഒരു രീതിയിലുള്ള ഈ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ ഒരു ആക്ടിനും ഏജൻറ്റ് ലയബിൾ അല്ല. അതൊക്കെ ലയബിൾ ആവാതെ പ്രിൻസിപ്പൽ തന്നെയാണ്. സോ ഏജൻറ്റ്സ് ഡ്യൂട്ടി എൻഡ്സ് വൺസ് ഹി ഹാസ് നെയ്മഡ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. ആ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റിൻ്റെ നെയിം അപ്പോയിൻറ്റ് ചെയ്ത് ഇങ്ങനെ പറഞ്ഞു കൊടുത്താൽ കഴിഞ്ഞു. ബാക്കി എല്ലാ ഡ്യൂട്ടീസും ഏജൻറ്റിൻ്റെ റിലേറ്റഡ് ടു സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ് ഒക്കെ കഴിഞ്ഞു. സോ ദ ഏജൻറ്റ്സ് ഡ്യൂട്ടി എൻഡ് ചെയ്യുന്നു വൺസ് ഹി ഹാസ് നെയ്മഡ് ദ സബ്സ്റ്റിറ്റ്യൂട്ടഡ് ഏജൻറ്റ്. ഇനി ഇതൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, പിന്നെ ലൈക്ക് ചെയ്യണം. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.